ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് കസ്റ്റംസ്. അപ്പോൾ നമ്മൾ ഇന്നലെ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. എന്നാലും ചെറിയൊരു ഷോ ഉണ്ടായിരുന്നു ഗൈസ്, ഒരു BMൻ്റെ മീറ്റപ്പ് ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. നമ്മൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസിൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഫ്രാൻസിൻ്റെ ഭാഗത്തുനിന്ന് പോയിരുന്നത് ഒരു ഐ തിങ്ക് 6 വണ്ടികളായിരുന്നു. ആ 6 വണ്ടിയിൽ ഒരു വണ്ടിയാണിത്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു ലൈനപ്പായിട്ടാണ് ഫ്രാൻസ് പോയിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ ഒരു 95 മെക്യുവിൻ്റെ ഒരു കോൺസെപ്റ്റും BM ഉണ്ട്. അത് നെക്സ്റ്റ് വീഡിയോ ഇൻഷാല്ല ഞാൻ അതായിരിക്കാം എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു M2 ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ML എന്ന് കുറച്ച് ബിൽഡ് ചെയ്തിട്ടുള്ള ലൂക്കാസിൻ്റെ ഒരു 3 വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു സെറ്റപ്പിലാണ് നമ്മളെ ഫ്രണ്ട്സിനെ കൊടുത്തിട്ട് നമ്മളങ്ങനെയായിരുന്നു ഷോക്ക് കയറിയിട്ടുണ്ടായിരുന്നു, BMൻ്റെ ഷോക്ക്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഷോക്ക് പോയിട്ട് അത്യാവശ്യം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഈ വണ്ടിക്ക് ഇത്ര ഇത് വരും എന്നുള്ളത്, അതായത് ഇത്ര റെസ്പോൺസ് വരും എന്നുള്ളത്. പക്ഷേ എന്താ പറയുക, ഈ വണ്ടി കൊണ്ടുപോയി ഷോ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നത് പറയുമ്പോൾ മെക്യൂം കൊണ്ടുപോകുന്നതായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ എൻ്റെ കിളി മൊത്തത്ത് പോയി. പക്ഷേ എന്താ പറയുക, ഷോ മൊത്തം കൊണ്ടുപോയത് ഈ വണ്ടിയാണ്. റെസ്പോൺസ് മൊത്തം വന്നത് ഈ വണ്ടിയെ പറ്റിയാണ്. അങ്ങനെ നമ്മൾ സ്റ്റോറി ഇട്ട സമയത്ത് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ ഈ വണ്ടി റിവ്യൂ ചെയ്യാവോ, ഇതിൻ്റെ സ്പെക്ക് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഓൾറെഡി റിവ്യൂ ചെയ്യുന്നതാണ്, അപ്പോൾ ഇതിൻ്റെ ഒന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മളെ ഷോപ്പ് വരുന്നത് കേട്ടോ, ജയസേവൻ്റെ ഷോപ്പ്. അപ്പോൾ ഈ വണ്ടി ഇന്നലെ ഇവിടെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ഇവിടെ ആയിരുന്നു. അപ്പോൾ ഞാനിനി എന്താ പറയുക, ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് വീട്ടിൽ പോകാൻ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ നിന്ന് ആദ്യം തന്നെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എൻജിൻ ബേ ആണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് വരാം. ഇതൊരു ട്രാക്ക് ബിൽഡ് കാറാണ്, ഒരിക്കലും ഒരു ഷോ കാറല്ല. പക്ഷേ നമ്മൾ ഇന്നലെ കാണിച്ചിരുന്ന വണ്ടി അത് ട്രാക്കിനും ഷോക്കും ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഷോക്ക് വന്ന് ഇടാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് ഒരിക്കലും നമ്മൾ ഷോ കൺസെപ്റ്റിൽ ഉണ്ടാക്കിയ വണ്ടിയേ അല്ല. ഇത് നമ്മൾ ട്രാക്ക് മാത്രം കൺസേൺ ചെയ്തിട്ട് ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന വണ്ടിയായിരുന്നു. പക്ഷേ എന്താ പറയുക, ഈ വണ്ടി കൊണ്ടുപോയി ഗൈസ്, ഈ വണ്ടി കൊണ്ടുപോയി. ഇന്നലത്തെ ഷോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ കേളി പോയിട്ടുണ്ട് ഓരോരുത്തരുടെ ചാറ്റ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ പെട്ടെന്ന് പരിപാടി എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബമ്പർ കാർബണാണ്, ഡിപ്പിങ്ങോ ഒന്നുമല്ല, കാർബൺ ബമ്പറാണ് ഇതിൽ വന്നിട്ടുള്ളത്. അത് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ വണ്ടീൻ്റെ വേറൊരു ഹൈലൈറ്റും കൂടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബോണറ്റ് നമ്മളെടുത്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ M8ൻ്റെ ബോണറ്റ് പറയുമ്പോൾ അത്യാവശ്യം വലുതാണ്. അപ്പോൾ ആ ഒരു ബോണറ്റിൽ നമുക്ക് കാർബൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് സാധനം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ റെഡ്യൂസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ ബോണറ്റ് എടുത്തിട്ട് നമ്മൾ റിമൂവ് ചെയ്തേക്കുവാണ്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഫുള്ള് റാപ്പാണ് കേട്ടോ. ഈ ഒരു ബ്ലൂ കളർ ഫുള്ള് റാപ്പാണ്. ഇതിൽ ഒരു പെയിൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ളത്, ഒരു ബ്ലാക്ക് കളർ വണ്ടിയാണ്. അപ്പോൾ ഇതിൽ ഫുള്ള് നമ്മൾ ഒരു ബ്ലൂ കളർ റാപ്പിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വേറെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബമ്പറിൽ പിന്നെ നമ്മളൊരു കാർബണിൽ തന്നെ വരുന്ന ഒരു സ്പ്ലിറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ എലമെൻറ്റ്സും കാർബണിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഹെഡ്ലൈറ്റിൽ നമ്മൾ DR ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നൈറ്റ് വിഷൻസിന് നമ്മൾ ലൈറ്റ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ആ ഒരു ലുക്ക് വൈസ് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരിക്കലും ഒരു ഷോ സ്പെക്കല്ല, ഇത് ട്രാക്ക് മാത്രം കൺസേൺ ചെയ്തിട്ട് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. പക്ഷെ എന്തായാലും ഈ ഷോ വണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയൊക്കെ തന്നെ മെയിനായിട്ടുള്ളൂ. എൻജിൻ സ്പെക്ക് ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിലും ഡിക്കിയുടെ ഭാഗം കാർബൺ ആണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റൂഫ് ടോപ്പും കാർബണിലാണ് ചെയ്തിട്ടുള്ളത്, സ്റ്റീലല്ല. പിന്നെ ഗോഡ് സ്പീഡ് എന്നുള്ള ഒരു സ്റ്റിക്കർ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സോസ്റ്റിൻ്റെ ഒരു ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ എക്സോസ്റ്റ് ഒരിക്കലും ഒരു ഡ്രാഗ് റേസ് വണ്ടിയുടെ ഒരു ഭാഗമാണെന്ന് ഞാൻ അങ്ങനെ എടുത്തു പറയുന്നില്ല, എന്നാലും ഒരു പാർട്ടാണ്. എങ്കിലും നമ്മൾ അത് ഓവർ കൺസേൺ ചെയ്യേണ്ട കാര്യമില്ല. മെയിൻലി നമ്മൾ വണ്ടീൻ്റെ പവർ മാത്രം കൺസേൺ ചെയ്താൽ മതി. നമ്മൾ ഈ വണ്ടിയിലും അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, പവർ മാത്രമാണ് കൺസേൺ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഇതിൻ്റെ എക്സോസ്റ്റ് അല്ല. പിന്നെ ഇതിൻ്റെ പല എലമെൻറ്റ്സ് നമ്മൾ വെയ്റ്റ്ലെസ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻക്ലൂഡഡ് ഇൻറ്റീരിയർ ആണെങ്കിൽ പോലും നമ്മൾ എന്താ പറയുക, ഇതിൻ്റെ പല പാർട്സ് എടുത്ത് ഒഴിവാക്കിയിട്ട് നമ്മൾ കാർബണിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പലതും നമ്മളൊരു എന്താ പറയുക, നോർമൽ സ്പെക്ക് ഒരു വണ്ടിയിൽ നിന്ന് ട്രാക്ക് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ അതിൽ വരുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് റിമൂവ് ആക്കിയിട്ടുമുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് വിഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സൈഡ് ഡോറ് രണ്ടിടത്തും കാർബണിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വീൽ സെഗ്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കത്തെ വീൽ ഇമ്പോർട്ടഡും ഫ്രണ്ടത്തെ വീൽ നമ്മൾ ഇന്ത്യൻ മേഡഡും ആണ്. അപ്പോൾ അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീൽ എന്ന് പറയുമ്പോൾ 20 ഇഞ്ച് നമ്മുടെ നാട്ടിൽ ഡ്രാഗ് റേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് യൂഷ്വലായിട്ട് യൂസ് ചെയ്യുന്നൊരു വീലാണ് ഇത്.
ഐ തിങ്ക് ലൈറ്റ് വെയ്റ്റിൽ 20 ഇഞ്ചിൻ്റെ ഒരു അടിപൊളി വീലാണ് ഈ ഒരു വീല്. പിന്നെ അതുപോലെ തന്നെ ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ സെഡ് പെർഫോമൻസിൻ്റെ ഇമ്പോർട്ടഡ് വീലാണ് വരുന്നത്. അത്യാവശ്യം യൂറോപ്പിലും പാരീസിലൊക്കെ അത്യാവശ്യം അത്യാവശ്യം വിറ്റ് പോകുന്നൊരു മോഡലാണ് സെഡ് പെർഫോമൻസിൻ്റെ വീല്. ഐ തിങ്ക് സെഡ്സ്ലി എന്ന് പറയുന്നൊരു പുള്ളിയാണ് ഇതിൻ്റെ ഒരു ക്രിയേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു വീലിൻ്റെ ഒരു പ്രത്യേകത പറയുമ്പോൾ ഇത് സെപ്പറേറ്റഡ് ആണ്. അതായത് നമുക്ക് ഇത് സെപ്പറേറ്റ് ആക്കാൻ പറ്റും. ഇതിൻ്റെ റമ്മും ഇതിൻ്റെ ഈ ഒരു വീൽസിൻ്റെ ഈ ഒരു ഡിസൈൻ എലമെൻറ്റ് നമുക്ക് സെപ്പറേറ്റ് ആക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ഈ സൈഡ് ഗ്ലാസിൻ്റെ ഈ ഒരു ഭാഗം മാത്രമേ നമ്മൾ ഗ്ലാസ്സാണ് ഇവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ് പോർഷനെ നമ്മൾ മാറ്റിയിട്ട് ഈ ക്വാർട്ടർ ഗ്ലാസ് നമ്മൾ എന്താ പറയുക ഒരു ഫൈബർ മെറ്റീരിയലിൽ ആണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ പിന്നെ റാപ്പ് ഇതാണ് ചെയ്തിട്ടുള്ളത്, കാർബൺ ടിപ്പിങ്ങിൻ്റെ റാപ്പാണ് ചെയ്തിട്ടുള്ളത്. അത് പെട്ടെന്ന് മനസ്സിലാവും കാർബണിൻ്റെ റാപ്പും ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ആ ഒരു തെളിവാണത്. പിന്നെ ഇനി ഇതിൻ്റെ ഒരു സ്പെക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 1695 ഹോഴ്സ് പവർ ആണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക ഒരു അഗ്രികൾച്ചർ എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു എന്താ പറയുക അഗ്രികൾച്ചർ തമ്മിലൊരു ബന്ധമില്ല ഗൈസ്. അപ്പോൾ ഒരു അഗ്രസീവായിട്ടുള്ളൊരു വണ്ടിയാണിത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് 600 ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടാൽ മനസ്സിലാവും. 604 km/h ആണ്. അപ്പോൾ വെറും 100 കിലോമീറ്റർ കയറാൻ വെറും 2 സെക്കൻഡാണ് ഈ വണ്ടിക്ക് വേണ്ടതുള്ളൂ. ഹൈലി ട്യൂൺഡാണ് ഈ ഒരു വണ്ടി. പിന്നെ ഇതിൻ്റെ നമ്മളിതിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പോളോയിലാണെങ്കിലും ഇതിലാണെങ്കിലും നമ്മൾ പവറിൻ്റെ കാര്യത്തിലോ ഇതിൽ വരുന്ന ഓരോ സ്പെയറിലും നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അതൊക്കെ പക്ക വെയിറ്റ് ചെയ്ത് സാധനം ഇമ്പോർട്ട് ചെയ്ത് എത്തുന്ന വരെ നമ്മൾ അങ്ങനെ കാത്തു നിന്നിട്ടാണ് ഓരോ ബിൽഡും കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ടച്ചുകൂട്ട് പരിപാടി നമ്മൾ ഒരു വണ്ടിയിലും ചെയ്തിട്ടില്ല. ലൈക്ക് ഗൈസ് ML നിങ്ങളൊരു വർക്ക് തരികയാണെന്നുണ്ടെങ്കിലും JS7 വർക്ക് തരികയാണെന്നുണ്ടെങ്കിലും അത്തരം പരിപാടികൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവില്ല. ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. അത് ഞാൻ ഷുവറായിട്ട് പറയണം നിങ്ങളോട്. അതുപോലെ തന്നെ നമ്മൾ മെയിൻ ക്ലാസ്സിന് ML കോൺസെപ്റ്റ്സ് എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. മാനിയാക് ബീമർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വണ്ടിയുടെ ഒരു നെയിം നമ്മളവിടെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ട്രാക്കിൻ്റെ വണ്ടിയിലും കാണിക്കുന്ന പോലുള്ള ഓരോ ബാഡ്ജിങ് സ്റ്റിക്കേഴ്സാണ്. ഇതിൽ ബാഡ്ജിങ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ വണ്ടിയുടെ ഓണർ ആണ് ലൂക്കാസ്. പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടഡ് ആണ്. രണ്ടും MP മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഈവൻ ഡിസ്ക് ആണെങ്കിലും പാഡാണെങ്കിലും ഒക്കെ നമ്മൾ ഇമ്പോർട്ടഡ് ആണ്. പിന്നെ ഗൈസ് ഇതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ വണ്ടിയിൽ യൂസ് ചെയ്യുന്ന എൻജിൻ ഓയിൽ മോട്യൂളിൻ്റെ IMP മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യയിൽ മോട്ടീവുള്ള സാധനം കിട്ടാനുണ്ട്. നമ്മൾ കമ്പനിയിൽ ഓർഡർ ചെയ്തിട്ട് നമ്മൾ യൂറോപ്പിൽ ഇത്തരം വണ്ടികൾക്ക് യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഒരു ഓയിലുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ എൻജിൻ ഓയിലായിട്ട് ഈ വണ്ടിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് യൂറോപ്യൻ കൺട്രിയിലൊക്കെ ഈ ഒരു വണ്ടിയും ഇതുപോലെ ഈ ഒരു സ്പെക്കിലൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ റിവ്യൂ അനുസരിച്ച് നമ്മൾ മോട്ടീവുകളുടെ ഒരു അടിപൊളി അവരൊക്കെ യൂസ് ചെയ്യുന്ന അവർ അത്യാവശ്യം റേസിനും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന വണ്ടിയിൽ യൂസ് ചെയ്യുന്ന സെയിം ഓയിലാണ്, എൻജിൻ ഓയിലാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല പവറുണ്ട്, ഒരു പ്രശ്നവുമില്ല. വണ്ടി കൊടുത്ത പറക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ഇനി ഇന്ന ഒരു റണ്ണിങ് വീഡിയോ കൂടി കാണിച്ചു തരാൻ പറ്റുമെന്ന്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയിൽ ഇപ്പോഴും നമ്മളെ ഫോൺ സെറ്റല്ല ഗൈസ്, ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ യൂട്യൂബ് ഇങ്ങനെ ഉണങ്ങിക്കെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നതിന് മെയിനായിട്ട്. വേറെ എന്താ പറയുക, വേറെ ഒന്നുകൊണ്ടല്ല. അതുകൊണ്ട് റണ്ണിങ് വീഡിയോസ് ഇപ്പോൾ എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല. എടുത്ത് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ചിലപ്പോൾ ഓട്ടോമാറ്റിക് കട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഞാൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ BMW മീറ്റൊക്കെ ഞാൻ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ പറ്റണില്ലായിരുന്നു. എക്സസ്സാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ട്, അത് നടപടി ആവണില്ല ഇതിൽ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഞാൻ ഇവിടെ മോട്ടീവിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഈ വണ്ടിയുടെ ഒരു ഗുണം കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട് അതിനുള്ളൂ. ഒരിക്കലും ഇതൊരു ഷോ സ്പെക്കോ ഡെയിലി ഡ്രൈവൺ സ്പെക്കോ ആയിട്ടല്ല നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മളിതൊരു ഡ്രാഗ് സ്പെക്കാണ്. നമ്മൾ 3-4 റേസിൽ നമ്മൾ ഈ വണ്ടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വണ്ടി കൊണ്ടുപോയിട്ടുമുണ്ട്, റാങ്ക് കൊണ്ടുപോയിട്ടുണ്ട്. സെക്കൻഡായിട്ടും ഫസ്റ്റായിട്ടും നമ്മൾ പങ്കെടുത്ത ഷോയിലൊക്കെ നമുക്ക് അത്തരം റാങ്കിങ്ങൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ BMW മാത്രമായിട്ടുള്ളൊരു മീറ്റപ്പ് എന്ന് പറഞ്ഞപ്പോൾ അതിനായിട്ട് ഇറക്കിയതാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ വണ്ടി കൊണ്ടുപോകുന്നുള്ളത്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മെക്യൂനൊക്കെ ഞാൻ ലോവർ ചെയ്ത് എന്താ പറയുക 21 ഇഞ്ചിൻ്റെ വീലോട്ട് ഡ്രോപ്പ് ചെയ്തിരുന്നതിന് ഒരു കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം ഇതൊക്കെ എന്താ പറയുക ഇങ്ങനെയൊക്കെ ബിൽഡ് സത്യം പറഞ്ഞാൽ മെക്യൂൻ്റെ ബിൽഡൊന്നും ഒന്നുമല്ല ഗൈസ്. പൈസ ഇറക്കാണ്ടുള്ള പരിപാടി നടക്കുന്നത് അത് ഇതന്നെയാണ്. മെക്യൂൻ മേലെ ഫുള്ള് റാപ്പാണ്.
റാപ്പിഡ് ഡിസൈൻ എലമെൻറ്റ്സ് മാത്രമേ ആ വണ്ടിയിലുള്ളൂ. പിന്നെ നോർമലായിട്ട് കാഷ്വലായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ വണ്ടിയുടെ ഭംഗി കൂട്ടാൻ ലോവർ ചെയ്യുക അങ്ങനത്തെ എന്താ പറയുക ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ഞാൻ ഇപ്പോൾ വല്ലാതെ പൈസ പറഞ്ഞിട്ടൊന്നുമില്ല. ട്യൂണിങ് ബേസ്ഡ് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒക്കെ സ്റ്റോക്കാണ്. സോറി, സ്റ്റേജ് 1 ഞാൻ ട്യൂൺ ചെയ്തിട്ടുണ്ട് ഗൈസ്. സോറി സ്റ്റേജ് 1 ഞാൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് 2 ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഞാനത് ഡെയിലി ഡ്രൈവൻ സ്പെക്കായിട്ടും കൂടി ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്ര അഗ്രസീവായിട്ട് ഞാൻ ആ വണ്ടി കൊണ്ടുനടക്കാറില്ല. ചെറിയ രീതിക്ക് ഒരു ഷോക്ക് കൊണ്ടിടുമ്പോൾ ഒരു അഗ്രസീവ് ആവാൻ വേണ്ടിയിട്ട് എക്സോസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് റീമാപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നും ഞാൻ വണ്ടിമേൽ BM ചെയ്തിട്ടില്ല. അപ്പോൾ ഇൻഷാല്ല ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ മെക്യൂനായിട്ട് വരാൻ നോക്കാം. അപ്പോൾ BMൻ്റെ റിവ്യൂ ഇത്ര തന്നെ ഉള്ളൂ ഗൈസ്. അപ്പോൾ വണ്ടി എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതിനനുസരിച്ച് നമ്മളെ ML ഇനിയിപ്പോൾ എന്തെങ്കിലും വർക്ക് ഇതുമായിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും വർക്കോ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ML കോൺസെപ്റ്റ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. മറ്റ് ഡിസൈനിങ് എലമെൻറ്റ്സ് അതുപോലെ തന്നെ ട്യൂണിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ JSL കോൺടാക്റ്റ് ചെയ്യുക. അവിടെയാണ് നമ്മൾ ട്യൂണിങ്ങും ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇതുപോലത്തെ ട്രാക്ക് ബിൽഡ് അതായത് ബോഡി വർക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ML കോൺടാക്ട് ചെയ്യണം. നേരെ മറിച്ച് ഗ്രാഫിക്സ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ JSL കോൺടാക്ട് ചെയ്താലും മതി. രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ട് പേരിൽ സിഗ്നേച്ചർ ചെയ്തതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ഗൈസ് ഇത്ര തന്നെ ഉള്ളൂ. ഞാൻ ഞാൻ പറഞ്ഞ് ചളാക്കിങ്ങാണ്ട് വീർപ്പിക്കണില്ല. ബാക്കിയുള്ളതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് M8 എങ്ങനെയൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെയാണ്. ഈവൻ ഈ സൈഡിൽ വരുന്ന ഈ ഒരു എയർ വെൻ്റ് ആണെങ്കിലും ഈ ബാക്കിൽ വരുന്ന ഈ സ്പോയിലറൊക്കെ എന്താ പറയാത്തതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇതൊക്കെ സ്റ്റോക്കാണ്. അതായത് നമ്മളെ M8 ബ്രാൻഡിങ് കൊടുക്കുന്ന സ്പോയിലറാണ് ആ കിടക്കുന്ന സ്പോയിലർ. എല്ലാവരും എന്താ പറയുക M8ൻ്റെ സ്പോയിലർ വാങ്ങിയിട്ട് കട്ട് ചെയ്ത് സിവിക്കിലൊക്കെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നൈസാണ്. അപ്പോൾ അതുപോലത്തെ തന്നെയാണ് പരിപാടി. എക്സോസ്റ്റ് നമ്മൾ ചെയ്തിട്ടില്ല എന്നല്ല, ചെയ്തിട്ടുണ്ട്. നമ്മൾ പോളോയിൽ ചെയ്ത സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്തിട്ടുള്ളത്. എന്താ പറയുക, പക്ഷേ എന്താ പറയുക അത്ര വലിയ അഗ്രസീവായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. മെയിനായിട്ട് ഇതിൻ്റെ പവറും പിന്നെ അതുപോലെ തന്നെ ഔട്ടിങ്ങും മാത്രമാണ് നമ്മൾ ഇതിൻ്റെ എന്താ പറയുക മെയിനായിട്ട് കൺസേൺ ചെയ്തിട്ടുള്ളത്. അല്ലാതെ വേറെ എക്സോസ്റ്റ് മാത്രമേ നമ്മൾ വലിയ അടവടലും ചട്ടിക്കലും പൊട്ടിക്കലും ആയിട്ട് നമ്മൾ അങ്ങനെയൊന്നും കൺസേൺ ചെയ്തിട്ടില്ല. റേസ് പങ്കെടുക്കണം, ഫസ്റ്റ് വാങ്ങണം, അങ്ങനത്തെ ഒരു കൺസേൺ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബിൽഡ് ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്. അപ്പോൾ റേസ് മീറ്റ് കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഒരിക്കലും ഇന്ത്യൻ സെർവറിലല്ല, വേറെ പല സെർവറിലുമായിട്ട് നടക്കാറുണ്ട്. നമ്മൾ പങ്കെടുപ്പിക്കാറുണ്ട്. അപ്പോൾ ഗൈസ് എന്താ പറയുക ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തെങ്കിലും വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യണം. JSL ML വർക്കാണ്, അതൊന്ന് വിചാരിക്കുക. JSL നമ്മൾ GM വർക്കും ചെയ്ത് കൊടുത്തായിരുന്നു. ഇൻഷാല്ല നമ്മളത് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ഓപ്പണിങ്ങിന് നമ്മൾ ഒക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നും പ്ലാൻഡ് അല്ല, ഇപ്പോൾ ഒക്കെ അക്കച്ചിക്ക എന്നുള്ള രീതിയിലാണ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇൻഷാല്ല നമ്മൾ JSL ഓപ്പണിങ്ങിൻ്റെ ശേഷം ഫുള്ള് പക്ക പ്രോപ്പറായിട്ട് പ്രൊഫഷണലായിട്ട് നമ്മളെല്ലാം കസ്റ്റമറിനെല്ലാം നമ്മൾ എന്താ പറയുക ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് എന്താ പറയുക ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വരും നമ്മളെ മെക്യൂൻ്റെ ആണെന്ന് ഞാൻ വിചാരിക്കണം. അതിൻ്റെ ഇടയിൽ ഇനി വേറെ ഏതെങ്കിലും ഒരു യമണ്ടൻ സ്പെക്ക് വന്ന് കാണുന്നുണ്ടെങ്കിൽ ഇൻഷാല്ല അതും നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.